പലരും നഖം കടിക്കാറുണ്ട്. ഇങ്ങനെ ഇരുന്ന് കടിച്ചങ്ങോട്ട് തുപ്പിക്കളയും. അല്ലെങ്കിൽ പലരും നഖം വെട്ടിയിട്ട്, സത്യത്തിൽ നഖം വെട്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? എത്ര പേര് കുഴിച്ചിടാറുണ്ട്? നമ്മളങ്ങോട്ട് നഖം വെട്ടുക, എവിടെയെങ്കിലും വെട്ടുക, ചിലര് കടിച്ചങ്ങോട്ട് തുപ്പുക പള്ളിക്കകത്തിരുന്നിട്ട്. മറ്റു ചിലരാണെങ്കിൽ നഖം വെട്ടും, പക്ഷെ എന്ത് ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് തൂത്തു വെളിക്കളയും, ഇത്ര തന്നെ. എന്നാൽ സത്യത്തിൽ ആ വെട്ടുന്ന നഖം അത് നമ്മുടെ ശരീരത്തിലെ ഒരു അവയവല്ലേ നഖം. ഈ നഖമൊക്കെ എന്ത് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കബറടക്കണമെന്ന്, അതിനാ കുഴിച്ചിടണമെന്ന് പറഞ്ഞ്. ഒരാളുടെ കൈ മുറിച്ചാൽ അത് കബറടക്കണ്ടേ? നഖം. അതുകൊണ്ടാണ് മുടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാരൊക്കെ പഠിക്കണം. വലിയ അശുദ്ധിക്കാരനായിരിക്കുന്ന സമയത്താ മുടി വെട്ടുന്നേ. വലിയ അശുദ്ധിക്കാരനാ, ഫറദ് കുളിയുള്ള സമയത്ത് മുടി വെട്ട. എന്റെ സഹോദര, നീ ചിന്തിച്ചു നോക്ക്, എന്താ നിന്റെ അവസ്ഥ? എന്ത് നാളെ ഇതെല്ലാം നിന്റെ കയ്യിൽ വന്ന് ചേരും. ഖബറിൽ നിന്ന് എഴുന്നേറ്റ്